നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണേന്ന്. വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് ഏറ്റവും ആദ്യം ഞാനിവിടെ എടുത്തേക്കുന്നത് 1/4 കപ്പ് വെള്ള അവലാണ്. അപ്പോൾ ആ വെള്ള അവൽ നമുക്കൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കുതിരാനായിട്ട് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിക്കാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പോളം തേങ്ങയാണ്. മൂപ്പ് കുറഞ്ഞ തേങ്ങയാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി 1/4 കപ്പ് അവൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇട്ട് വെച്ചായിരുന്നത്. അപ്പോൾ ഞാൻ അവൽ മാറ്റി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ അവൽ ഇട്ട് വെച്ചായിരുന്ന വെള്ളം കളയുന്നില്ല. അപ്പോൾ ആ വെള്ളം തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചേക്കുന്നത് അവൽ ഇട്ട് വെച്ചായിരുന്നതാണ്. പിന്നെ അത് കൂടാണ്ട് 1/4 കപ്പ് വെള്ളം കൂടെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ മൊത്തം ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഒന്ന് നനയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. മിക്സിയിലിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. മധുരത്തിനനുസരിച്ച് നിങ്ങളുടെ അളവ് കൂട്ടുക. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, ഒന്ന് മധുരം ബാലൻസ് ആകാനായിട്ട്. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന കുറച്ച് ഏലക്ക കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ തരിയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ബാറ്റർ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇനി പുളിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറേ എടുക്കത്തുള്ളൂ ഇതൊന്ന് പുളിച്ച് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് 4 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് നല്ല പോലെ പുളിച്ചിട്ടുണ്ട്. ഇത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ബബിൾസ് ഒന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ പതുക്കെ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഈസ്റ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ കള്ള് ആഡ് ചെയ്യാം, കള്ള് ഉപയോഗിക്കുന്നവർക്ക്. അപ്പോഴും നമുക്ക് നല്ല പോലെ പുളിച്ച് കിട്ടും മാവ്. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നിലാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത്. ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ടിന്നിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. ആവിയിൽ വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് അടിയിലോട്ട് പോകും. അപ്പോൾ ഞാനിവിടെ 3 കറുത്ത മുന്തിരിങ്ങ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വെന്തോന്ന് നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് നോക്കുക. ഇപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരുന്നു, കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1/4 കപ്പ് അവലാണ് എടുത്തേക്കുന്നത്. ആ 1/4 കപ്പ് അവലിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ അരച്ചെടുക്കുമ്പോൾ ആ വെള്ളം തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടിപൊളി റെസിപ്പീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.